Dear students, good morning to all of you. Welcome to the 19th session of our subject English for Communication. Today we are going to cover the module 3 core text. It used to come as part A portion of end semester examination. Moving forward, equipment. It is a poem written by Edgar Allan Guest. Edgar Allan Guest, also known as Eddie Guest, was a prolific English-born American poet who was popularly known as the People's Poet. Guest's inspirational poems are world-renowned. എഡ്ഗർ അലൻ ഗസ്റ്റ് ആണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എഡ്ഡി ഗസ്റ്റ് എന്നാണ് ചുരുക്കത്തിൽ വിളിക്കാറുള്ളത്. ഒരു പ്രൊളിഫിക് ഇംഗ്ലീഷ് ബോൺ അമേരിക്കൻ റൈറ്ററാണ്. പ്രൊളിഫിക് എന്ന് പറഞ്ഞാൽ വളരെയധികം പേര് കേട്ട പ്രശസ്തനായ എന്നൊക്കെ അർത്ഥം വരും. ഹു വാസ് പോപ്പുലർലി നോൺ ആസ് ദ പീപ്പിൾസ് പോയറ്റ്, ജനങ്ങളുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഗസ് ഇൻസ്പിരേഷണൽ പോയംസ് ആർ വേൾഡ് റിനൗണ്ട്. ലോകപ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്പിരേഷണൽ പോയംസ്. ഇൻസ്പിരേഷൻ തരുന്നതാണ്, നമുക്ക് പ്രചോദനം തരുന്നതാണ്, നമ്മളെ ധൈര്യം ഉണ്ടാക്കുന്നതാണ് നമ്മളിൽ. അങ്ങനെ പോയംസാണ് അദ്ദേഹം എഴുതുന്നത്. ന്യൂ വേർഡ്സ് നോക്കാം. ഫിഗർ ഇറ്റ് ഔട്ട്, സോൾവ് ദ കോസ് ഓഫ് എ പ്രോബ്ലം. പ്രോബ്ലംസ് നമ്മുടെ ലൈഫിലുണ്ടാവും, അത് നമ്മൾ സ്വയം സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ് ഫിഗർ ഇറ്റ് ഔട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാഡ്, എ ബോയ് ഓർ യങ് മാൻ, ആൺകുട്ടി അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ എന്നർത്ഥം വരും ലാഡ്. ലുക്ക് ഓവർ, ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുക, പരിശോധിക്കുക എന്നർത്ഥം വരും. ട്രംപ്, ട്രംപ് എന്ന് പറഞ്ഞാൽ ബി സക്സസ്ഫുൾ, വിക്ടറി എന്നർത്ഥം വരും. ഡീഡ്സ്, പ്രവൃത്തികൾ, ആൻ ആക്ഷൻ പെർഫോംഡ് കോൺഷ്യസ്ലി, വേണമെന്ന് വെച്ച് ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് പൊതുവേ ഡീഡ്സ് എന്ന് പറയുക, വേണമെന്ന് വെച്ച് ചെയ്യുന്ന പ്രവൃത്തികളെ. ഹാൻഡിക്യാപ്പ്, സിറ്റുവേഷൻ ദാറ്റ് മേക്സ് സക്സസ് ഡിഫിക്കൾട്ട്. അപ്പോൾ അതൊരു സിറ്റുവേഷനാണ് ഹാൻഡിക്യാപ്പ്, അംഗവൈകല്യം എന്നുള്ളത്. അത് വിജയത്തിന് നമുക്കൊരു തടസ്സവുമാണ് പലപ്പോഴും. നൗ ഫർണിഷ്, പ്രൊവൈഡ്. ഫർണിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യുക, നൽകുക എന്നൊക്കെ അർത്ഥം വരും. മൂവിങ് ഫോർവേഡ്, ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് മൈ ലാഡ്. എൻ്റെ കുട്ടി, ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ്, നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം നീ തന്നെ സൊല്യൂഷൻ കണ്ടെത്തൂ. യു ഹാവ് ആൾ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് മെൻ ഹാവ് ഹാഡ്. ലോകത്തിലെ പ്രശസ്തരായ ആൾക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നിനക്കും ഉണ്ട്. എന്തൊക്കെയാണ് ആ സൗകര്യങ്ങൾ? 2 arms, 2 hands, 2 legs, 2 eyes, and a brain to use if you would be wise. നിങ്ങൾക്ക് 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്, 2 കണ്ണുകളുണ്ട്, ദൈവം ഒരു ബ്രെയിനും തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ തന്നെ സ്വയം സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. വിത്ത് ദിസ് എക്യുപ്മെൻറ്റ് ദേ ആൾ ബിഗാൻ, സോ സ്റ്റാർട്ട് ഫോർ ദ ടോപ്പ് ആൻഡ് സേ ഐ ക്യാൻ. ഈ എക്യുപ്മെൻറ്റ്സ് വെച്ച് തന്നെയാണ് നമ്മൾ വലിയ ആൾക്കാർ അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആയ ആൾക്കാർ എന്ന് നമുക്ക് തോന്നുന്ന അവരൊക്കെ ഈ എക്യുപ്മെൻറ്റ്സ്, അവരുടെ കൈകളും കാലുകളും കണ്ണുകളും ബ്രെയിനും വെച്ച് തന്നെയാണ് ഈ സ്ഥിതിയിൽ അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ സ്റ്റാർട്ട് ഫോർ ദ ടോപ്പ് ആൻഡ് സേ ഐ ക്യാൻ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പറയുക എന്നെക്കൊണ്ട് അത് കഴിയും, ആ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ എന്നെക്കൊണ്ട് കഴിയും. ആൻഡ് സേ ഐ ക്യാൻ. ലുക്ക് ദം ഓവർ, ഒന്ന് അവർ നോക്കി നോക്കൂ, ചുറ്റുമൊന്ന് നോക്കൂ. ദ വൈസ് ആൻഡ് ഗ്രേറ്റ്, ബുദ്ധിയുള്ളവർ, വലിയ ആൾക്കാർ എന്ന് നമ്മൾ കാണുന്ന ആൾക്കാരെ ഒന്ന് നോക്കൂ, ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ദേ ടേക്ക് ദെയർ ഫുഡ് ഫ്രം എ കോമൺ പ്ലേറ്റ്. അവർ കഴിക്കുന്ന സാധാരണ ഭക്ഷണം, അവർ ഭക്ഷണം കഴിക്കുന്ന സാധാരണ പ്ലേറ്റിൽ നിന്ന് തന്നെയാണ്. ആൻഡ് സിമിലർ നൈഫ്സ് ആൻഡ് ഫോർക്സ് ദേ യൂസ്. കത്തിയും മുള്ളുമൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അതേമാതിരി തന്നെയുള്ള ഐറ്റംസ് തന്നെയാണ് അവരും ഉപയോഗിക്കുന്നത്. വിത്ത് സിമിലർ ലേസസ് ദേ ടൈ ദെയർ ഷൂസ്. അവർ ഷൂ ടൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലേസുകളും നമ്മൾ ഉപയോഗിക്കുന്ന മാതിരി തന്നെയുള്ളതാണ്. ചില ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ദ വേൾഡ് കൺസിഡേഴ്സ് ദം ബ്രേവ് ആൻഡ് സ്മാർട്ട്. പക്ഷെ ലോകം അവരെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ലോകം അവരെ വിലയിരുത്തുന്നത്? ബ്രേവ് ആൻഡ് സ്മാർട്ട്, ധൈര്യശാലികളാണ്, സ്മാർട്ടാണ് എന്നുള്ളതാണ് ലോകം അവരെ വിലയിരുത്തുന്നത്.
ബട്ട് യു ഹാവ് ആൾ ദ ഹാഡ് വെൻ ദ മെയ്ഡ് ദ സ്റ്റാർട്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്ന അന്ന് അവർ അവർ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്തുണ്ടായിരുന്ന അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്കും ഉണ്ട്. Now again moving forward, you can trump and come to skill. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. എങ്ങനെ? നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. കഴിവിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. യു ക്യാൻ ബി ഗ്രേറ്റ് ഇഫ് ഓൺലി യു വിൽ. നിങ്ങൾക്ക് വലിയ ആളായി തീരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. യു ആർ വെൽ എക്യുപ്ഡ് ഫോർ വാട്ട് ഫൈറ്റ് യു ചൂസ്. ഏത് ഫൈറ്റും എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള നിങ്ങൾ വെൽ എക്യുപ്ഡാണ്. എല്ലാ സൗകര്യങ്ങളും എല്ലാ ഒരംഗവൈകല്യമൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. യു ഹാവ് ലെഗ്സ് ആൻഡ് ആംസ് ആൻഡ് എ ബ്രെയിൻ ടു യൂസ്. നിങ്ങൾക്ക് കാലുകൾ, കൈകൾ, ബുദ്ധി എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ആൻഡ് ദ മാൻ ഹു ഹാസ് റൈസൺ ഗ്രേറ്റ് ഡീഡ്സ് ടു ഡു ബിഗാൻ ഹിസ് ലൈഫ് വിത്ത് നോ മോർ ദാൻ യു. ലോകത്തിൽ നല്ല സ്ഥിതിയിൽ എത്തിപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികൾ വേണമെന്ന് വെച്ച് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് അവരുടെ ബ്രെയിൻ യൂസ് ചെയ്ത് നേടിയെടുത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവില്ല. യു ആർ ദ ഹാൻഡിക്യാപ്പ് യു മസ്റ്റ് ഫേസ്. അഥവാ നിങ്ങളിതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ്. യു ആർ ദ ഹാൻഡിക്യാപ്പ് യു മസ്റ്റ് ഫേസ്. നിങ്ങളുടെ മനോഭാവമാണ്. യു ആർ ദ വൺ ഹൂ മസ്റ്റ് ചൂസ് യുവർ പ്ലേസ്. നിങ്ങൾ എവിടെ എത്തിപ്പെടണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. യു മസ്റ്റ് സേ വേർ യു വാണ്ട് ടു ഗോ. എവിടെ പോകണം, നിങ്ങൾ എന്തായിത്തീരണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഹൗ മച്ച് യു വിൽ സ്റ്റഡി ദ ട്രൂത്ത് ടു നോ ഗോഡ് ഹാസ് എക്വിപ്ഡ് യു ഫോർ ലൈഫ് ബട്ട് ഹീ ലെറ്റ്സ് യു ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ബി. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മളെ വെൽ എക്യുപ്ഡാക്കി. കൈകൾ, കാലുകൾ, സൗകര്യങ്ങൾ, ബുദ്ധി, ഇതെല്ലാം ദൈവം നമുക്ക് തന്നു. പക്ഷെ ഒന്ന് മാത്രം അദ്ദേഹം ചെയ്തില്ല. എന്ത്? ബട്ട് ഹീ ലെറ്റ്സ് യു ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ബി. നിങ്ങൾ ഇന്നതായിത്തീരൂ എന്ന് മാത്രം ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അനുഗ്രഹം മാത്രം അദ്ദേഹം തന്നിട്ടില്ല. ഹീ ലെറ്റ്സ് യു ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ബി. നിങ്ങൾ എന്തായി തീരണം എന്നുള്ള ആ ഒരു കാര്യം അത് നിങ്ങൾക്കാണ് ദൈവം വിട്ടു തന്നത്. സൗകര്യങ്ങളെല്ലാം അദ്ദേഹം ഒരുക്കി. അതുപയോഗിച്ച് നിങ്ങൾ എന്തായി തീരണം എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. കറേജ് മസ്റ്റ് കം ഫ്രം ദ സോൾ വിതിൻ. ധൈര്യം എന്ന് പറയുന്നത് മസ്റ്റ് കം ഫ്രം ദ സോൾ വിതിൻ. അത് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ദ മാൻ മസ്റ്റ് ഫർണിഷ് ദ വിൽ ടു വിൻ. അപ്പം നമ്മൾ ജയിക്കണം എന്നുള്ള ഒരു ആവേശം നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ വരണം. സോ ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് മൈ ലാഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും അതിന് സ്വയം സൊല്യൂഷൻ കണ്ടെത്തണം. എൻ്റെ കുട്ടി, യു വർ ബോൺ വിത്ത് ആൾ ദാറ്റ് ദ ഗ്രേറ്റ് ഹാവ് ഹാഡ്. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും, വലിയ ആൾക്കാർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടി തന്നെയാണ്. വിത്ത് യുവർ എക്യുപ്മെൻറ്റ് ദേ ആൾ ബിഗാൻ. നിങ്ങളുടെ ഈ ബേസിക് സൗകര്യങ്ങളായുള്ള നിങ്ങളുടെ കൈകൾ, കാലുകൾ, ബുദ്ധി, ഇതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് അവരുടെ ഇന്ന് നമ്മൾ തോന്നുന്നു വലിയ ആൾക്കാരെന്ന് തോന്നുന്നു അവരെല്ലാം ഈ സ്ഥിതിയിലെത്തിയിരിക്കുന്നത് അവരുടെ ഈ വക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങളെ, കൈകൾ, കാലുകൾ, ബുദ്ധി, ഇതെല്ലാം നമ്മൾ ഗെറ്റ് ഹോൾഡ് ഓഫ് യുവർ സെൽഫ്. അത് നിങ്ങൾ മുറുകെ പിടിക്കൂ. ആൻഡ് സേ ഐ ക്യാൻ എന്നൊരു ലക്ഷ്യം മുമ്പിൽ കാണൂ. അതിനുശേഷം പറയൂ, എന്നെക്കൊണ്ടത് കഴിയും. ആൻഡ് സേ ഐ ക്യാൻ. ഇത്രയേ ഉള്ളൂ. ഇതൊരു ഇൻസ്പിരേഷണൽ പോയമാണ്. Okay, then bye.